ശരീരം മെല്ലിച്ചു വരൽ ലഹരിയുടെ അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരൽ ലഹരിയുടെ അടയാളമാണ്. കണ്ണിന്റെ ചുറ്റുഭാഗത്തു നിറ വ്യത്യാസമുണ്ടാവൽ ലഹരിയുടെ അടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ കളവ് പോകുന്നത് വീട്ടിലാരോ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും റൂമിൽ കിടന്ന് വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. കിടന്നുറങ്ങുന്ന റൂം രാവിലെ അടിച്ചു വാരിയപ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ അടയാളമാണ്. മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി കൂടുതൽ കൂട്ടുകെട്ട് നടത്തുന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. കട്ട, ചോക്ക, ശർക്കര, ചാക്ക് പോലത്തെ എല്ലാവർക്കും അറിയുന്നതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഫോണിലൂടെ പറയുന്നത് കേട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാകുന്നു. അങ്ങനെ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്ന ലഹരിയുടെ ഏറ്റവും നല്ലൊരു അടയാളം പറഞ്ഞുതരാം. അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും കാണിക്കുന്നുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ്. മനസ്സിലായില്ല എന്നാ തോന്നുന്നത്. ഇമ്മാനും പങ്ങന്മാരെയും കണ്ണിന്റെ നേരെ കണ്ടൂടാ. ഇളയമ്മാന്റെ മകളെ പേരക്കുട്ടിനെ കെട്ടിച്ചു കൊടുത്ത് ഇടക്കിടക്ക് പോകും. ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് എന്ന്. ഇനി മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് മനസ്സിലാവില്ല ആണ് സംഗതി. അതുകൊണ്ട് സാമൂഹികമായി എങ്ങനെ ഇല്ലാതാക്കാന്ന് ചോദിച്ചാൽ അടയാളങ്ങൾ ശ്രദ്ധിക്കണം. ഒരടയാളം കാണുമ്പോത്തിന് ബേജാറാവണ്ട. 3 അടയാളം കണ്ടാൽ ബേജാറാവാതെ ഇരിക്കും വേണ്ട. വേഗം ആശുപത്രി കൊണ്ടുപോകണം. ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാല് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര്. അവിടെ കൊണ്ടുപോയിട്ട് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ഇന്ന് ലഹരി അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചില്ലെങ്കിലും മടങ്ങി വരും. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മദ്യപിച്ചിരുന്ന ഒരാള് ഇസ്ലാം സ്വീകരിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ട് കള്ളുഷാപ്പിന്റെ അടുത്ത് പോകുമ്പോഴും പൂതിയാവുന്നതാണ്. കാരണം വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല, സ്വഭാവം തലമുറകളെ കൊണ്ടേ മാറുള്ളൂ എന്നതാണ് കാരണം. അപ്പൊ അതുകൊണ്ട് മടങ്ങി വരുന്ന അസുഖമാണ്, പൈശാചികമാണ്. ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മടങ്ങി വരും. മടങ്ങി വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എവിടുന്നാണോ ഈ മുസീബത്ത് ആദ്യം പിടികൂടിയത് ആ സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കണം, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഒഴിവ് സമയം ഇല്ലാതിരിക്കണം. എൻഗേജ് ആയിരിക്കണം എല്ലാ സമയത്തും. ഒഴിഞ്ഞിരുന്നാൽ പഴയ ആഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് സാമൂഹികമായും കുടുംബപരമായും വ്യക്തിപരമായും ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ലഹരി ഉപയോഗിക്കലില്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യന്മാരാവും, ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. അതിൻ്റെ കാര്യം എപ്പോഴും എല്ലാവരോടും പ്രധാനമായി ഉപദേശിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കരിക്കണം കേട്ടോ. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റിത്തരും. യുവതികളെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് ഇഷ്ടമില്ല എന്നുള്ളതാണ്. പണ്ടായിരുന്നില്ല. പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറവുണ്ട്. ശരിയോ തെറ്റോ? ശരി. എന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കണം. പുതിയ തലമുറയിലെ ആൺകുട്ടികൾക്ക് അത് അങ്ങനെ തന്നെ ആയിട്ടില്ല. കുറച്ചാലും കഴിയുമ്പോൾ വരുമോയെന്നറിയില്ല. നിലവിൽ പെൺകുട്ടികൾ അത് വല്ലാതെ പിടിച്ചിട്ടുണ്ട്. വിവാഹത്തോട് താല്പര്യം കുറവ്. എന്താ കാരണം എന്നറിയങ്ങൾ ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിലെ വിവാഹം ഒരു അനിവാര്യതയോ ഒരു ജീവിതമാർഗമോ സംരക്ഷണത്തിനോ ഒരാളുണ്ടാക്കലോ ഒന്നുമല്ല. ഇസ്ലാമിലെ വിവാഹം ലോകത്ത് വന്ന 1,24,000-ലെ 23,998 നബിമാരും ചെയ്ത ഒരു ഇബാദത്താണ്. വള വിറ്റിട്ട് കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ റെഡിയാണ്. എന്തേ കാരണം? ഉംറ ഇബാദത്താണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ സമ്മതമില്ല. എന്തേ കാരണം? നിക്കാഹ് ഇബാദത്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാദത്താണ്. അതിലെ എല്ലാ കാര്യങ്ങൾക്കും ആഖിറത്തിൽ കൂലിയുണ്ട്. സന്തോഷങ്ങൾക്കുണ്ട്, സന്താപങ്ങൾക്കുണ്ട്, സങ്കടങ്ങൾക്കുണ്ട്. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ പോലും
നാളെ അള്ളാഹു നിനക്കതിന് കൂലി നൽകും. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കും. സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെട്ടത് മഹാനായ സയ്യിദ്നാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ആണ്. ഉഹദ് യുദ്ധത്തിലാണ് മഹാനവർകൾ ഷഹീദാകുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയാണ്. സൗദിയിലെ മക്കത്ത് ഷാരി ഷുഹദ എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്, ഷുഹദാക്കളുടെ റോഡ്. ആ റോഡ് തുടങ്ങുന്നതിന്റെ ഇടതുവശത്ത് ഖുബൈബ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട് എന്നതാണ് അതിന് ആ പേരുണ്ടാവാൻ കാരണം. ഖുബൈബ് റളിയല്ലാഹുവിനെ ഖുർആൻ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്ത് നിന്ന് കൂട്ടിക്കൊടുന്നിട്ട് തൂക്കിലേറ്റിയിട്ട് അമ്പെയ്ത് കൊന്നതാണ്. അമ്പെയ്യുമ്പോ അവസാനത്തെ അമ്പ് ശരീരത്തിന്റെ മുൻവശത്ത് അരിപ്പ പോലെ കീറി അമ്പ് കൊണ്ടിട്ട് അവസാനത്തെ ഒരു അമ്പ് മരണത്തിന് മുമ്പുള്ള അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ ഖുബൈബിനോട് ആൾക്കാർ പറഞ്ഞു, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് ചികിത്സിച്ചോളായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ കാലിലൊരു മുള്ളു കുത്തുന്നതിന് പകരം പോലും മുഹമ്മദാണ് എനിക്കിഷ്ടമല്ല എന്നാണ് ഇപ്പൊ അവസാനത്തെ അമ്പ് ചെയ്തു. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു ഷഹീദായി. ഖുബൈബ് റളിയല്ലാഹു ഒരു ഷഹീദാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. അപ്പൊ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി എന്നാണ്. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അതിൽ അവന് അല്ലെങ്കിൽ അവൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണത്തിനനുസരിച്ചും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുമെന്നാണ്. അതുകൊണ്ട് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിന്റെ കാരണം വിവാഹം ഒരു ഇബാദത്താണെന്ന് മനസ്സിലായില്ല എന്നതാണ്. ഇസ്ലാമിലെ വിവാഹം ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വേറെയും അതിന് കാരണങ്ങളുണ്ട്. അത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠനങ്ങള്, പുതിയ ചില നോവലുകൾ, ലേഖനങ്ങൾ, കഥകൾ, തിരക്കഥകൾ, സിനിമകൾ, നാടകങ്ങൾ ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോടാനക്കോടിക്കണക്കിന് മനുഷ്യന്മാര് നേരത്തെ കുടുംബമായി ജീവിച്ച് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എവിടെങ്കിലൊക്കെ ഒരു പുതിയാപ്പളിയും പുതിയനും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ലേഖനമാക്കി, അതിനെ കവിതയാക്കി, അതിനെ കഥയാക്കി, അതിനെ തിരക്കഥയാക്കി, അതിനെ വാർത്തയാക്കി, അതിനെ സിനിമയാക്കി, നാടകമാക്കി അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും തോന്നി മൊത്തം പുതിയാപ്പിളാരും പുതിയണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് തോന്നിയതാണ്. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ഒരു കാരണം, സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നതനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് വിഭവങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ ഉണ്ടായ സഹകരണമാണ്. തിന്നാനുള്ള സാധനം കുറഞ്ഞു വന്നപ്പോൾ സഹകരിച്ച് തിന്നൽ തുടങ്ങിയതാണ് കല്യാണം എന്നാണ് സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിലെ വിവാഹം അതൊരു ഇബാദത്താണ്. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുള്ളതിൽ 2 നബിമാർ മാത്രം പെണ്ണിട്ടില്ലേ എന്നുള്ളതിൽ സംശയമുള്ളത്. ഒന്ന് സയ്യിദ്നാ യഹ്യ അലൈഹിസ്സലാമാണ്, പിന്നൊന്ന് സയ്യിദ്നാ ഈസ അലൈഹിസ്സലാമാണ്. അതിൽ യഹ്യ നബി അലൈഹിസ്സലാം സ്ത്രീകളെ തൊട്ടിട്ടില്ല എന്ന് ആല ഇമ്രാനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാനവറുകൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ കുറെ ആളുകൾ ഗണ്ണിച്ചിട്ടുണ്ട്. അതിന് കല്യാണം കഴിച്ചിട്ടില്ല എന്ന അർത്ഥമില്ല, വ്യഭിചരിച്ചിട്ടില്ല എന്ന അർത്ഥമേ ഉള്ളൂ. യഹ്യ നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായക്കാരുണ്ട്. പിന്നൊന്നുള്ളത് ഈസാ നബിയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹിതനാകുമെന്നും മക്കളുണ്ടാകുമെന്നും കുടുംബമായി ജീവിക്കുമെന്നും മരണപ്പെട്ട് റൗദാ ഷരീഫിന്റെ പുറത്ത് മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ചൊരു സ്ഥലമുണ്ട്, അവിടെ മറവ് ചെയ്യുമെന്നും ഒക്കെയാണ് താരീഖിലുള്ളത്. അതുകൊണ്ട് ഇബാദത്താണ് നിക്കാഹ് എന്നത് മനസ്സിലാക്കുക എന്നാണ് യുവതികളോട് പറയാനുള്ളത്. യുവാക്കളോട് പറയാനുള്ളത്, ലഹരി അടുത്തുകൂടെ പോകാൻ സമ്മതിക്കരുത്. അത് വളരെ മോശമാണ്. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ലഹരിയുടെ വിഭാടനത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായി എല്ലാവരും മാറണം. SKSFുമായി കുട്ടികളെ അടുപ്പിക്കണം. ചെറിയ കുട്ടികളെ SBVയുമായി അടുപ്പിക്കണം. നല്ല കൂട്ടുകെട്ടുണ്ടാവാൻ അത് സഹായിക്കും. നല്ല കൂട്ടുകെട്ട് മനുഷ്യനെ നന്നാക്കി തീർക്കുമെന്ന് ഉമ്മമാരോട്, സഹോദരിമാരോട്, ഉപ്പമാരോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വരുന്നുണ്ട്. പറ്റുന്നവരൊക്കെ പോകണം. കാരണം ഇനിയിപ്പം 100 കൊല്ലം കഴിയാന്ന് പറഞ്ഞാൽ 200ാം വാർഷികത്തിന് ഈ ഉള്ള നമ്മളെന്തായാലും ഹയാത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മളേതായാലും ഹയാത്തിലുണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാലം കൊണ്ടേ വെയ്ക്കുള്ളൂ വെച്ചാൽ ആ ഒരു കാലം കൊണ്ട് പോയിട്ട് ശരിക്കും പോകേണ്ടത് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ്.
ഇനി ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരെങ്കിലും കൂടണം. അതും ഇല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ആ പൊതുസമ്മേളനത്തിന് പോയിട്ട് ആ മഗ്‌രിബ് ജമാഅത്തിലും ആ ദുആയിലൊക്കെ ഒന്ന് പങ്കെടുത്തുങ്ങാണ്ട് പോരെങ്കിലും വേണം. പോകാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയുള്ള പ്രചരണങ്ങൾ പരിശ്രമങ്ങളൊക്കെ നടത്തണം.